Welcome to Shegus Patient. ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. വെൽക്കം ടു ഷെഗൂസ് പാഷൻ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെയ്യപ്പമാണ്. അരിയൊന്നും കുതിർക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്യപ്പത്തിൻ്റെ നല്ല സോഫ്റ്റും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ബറാത്ത് സ്പെഷ്യലായിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് 1 കപ്പ് നല്ല അരിപ്പൊടിയാണ്, നൈസ് അരിപ്പൊടിയാണ്, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദ, അത് 1/2 കപ്പ് മൈദയാണ് എടുത്തു വെച്ചേക്കുന്നത്. ഈ മൈദ കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ മതി, വറുക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കര 2 അച്ച്, വലിയ അച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ശർക്കര. ഇത് വേണം, ഇത് അലിയിച്ചെടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഇത് അലിയിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. ഈ വെള്ളം ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പ് മാത്രം മതി തേങ്ങ. പിന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം മതിയാവും. പിന്നെ വേണ്ടത് ഒരു 2 പിഞ്ച് സോഡാപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അരിയൊന്നും കുതിർക്കാതെ തയ്യാറാക്കുന്നതായതുകൊണ്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. തേങ്ങ അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് എടുക്കേണ്ടത്. അതാണ് നല്ല മണക്കം കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് വേണ്ടത് നമ്മൾ തേങ്ങ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, അത് വറുത്തെടുക്കാനായിട്ട് ഉള്ളതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണ, വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം, നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം ഫുള്ളും. ഈ വെള്ളം എന്തായാലും ഇതിലേക്ക് അത്യാവശ്യമാണ് കേട്ടോ. 1.5 കപ്പ് വെള്ളമാണ് ശരിക്കും ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഞാനിതാ വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങാക്കൊത്തും ജീരകവും കരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിലാണ് വറുത്തെടുത്തത്, അതാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നെയ്യിൽ തന്നെ വറുത്തെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ നല്ല ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രം വയ്ക്കുക, ഒരു ചീനച്ചട്ടി വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ തേങ്ങ വറുത്തെടുത്തതും. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു തവി നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യത്തിന് ലൂസ് വേണം. ഞാൻ എടുത്ത വെള്ളം കറക്റ്റാണ്. ശരിക്കും അരിപ്പൊടി എടുത്ത കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അത്രയും വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. മധുരത്തിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നെയ്യപ്പം അതവിടെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി പൊന്തി വന്നിട്ടുണ്ട് മുകൾ ഭാഗമൊക്കെ. ആ മുകൾ ഭാഗം പൊന്തി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിൽ കൂടെ വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ആ നന്നായി ഒന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നന്നായി പൊന്തി വരും. എന്നിട്ട് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ കളറ് ശരിക്കും നല്ല ഗോൾഡൻ കളറിലായിട്ട് കിട്ടും ചെയ്യും. തീ നന്നായി കുറച്ചിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അതാ നെയ്യപ്പം ഫസ്റ്റ് ഞാൻ ഇട്ടത് ആയി കഴിഞ്ഞു. തീ ആദ്യം ഫ്ലെയിം നന്നായി കൂട്ടി കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ കുറച്ച് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ രണ്ടാമത് ഒഴിച്ചു കൊടുത്ത ബാറ്ററും അതാ ആയി കഴിഞ്ഞു. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായി പൊന്തി കിട്ടും. ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നെയ്യപ്പം ഇവിടെ തയ്യാറായി. നല്ല സോഫ്റ്റും സൈഡൊക്കെ നല്ല ക്രിസ്പും ആയിട്ടുള്ള നെയ്യപ്പമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു നെയ്യപ്പമാണ് കേട്ടോ ഇത്. നമ്മൾ ചായയൊക്കെ വെക്കുന്ന ടൈമിൽ, ചായയൊക്കെ ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നെയ്യപ്പം നമ്മൾ അരിയൊന്നും തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് പിന്നെ ഓവർനൈറ്റൊക്കെ ബാറ്ററാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്യപ്പമാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.